അതെന്ന് പറഞ്ഞാൽ അണ്ണ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗ്യാങ് ഹൗസിന്റെ വാതിക്കലാണ് ഞാൻ ഇന്ന് വന്നത്. ഗ്യാങ് ഹൗസ് കയറിയപ്പോഴത്തേക്ക് എലിയല്ല ദേവക്കുട്ടി അലീനെ കൂടെ എടുത്തോണ്ട് വന്ന്. ഞാൻ ചോദിച്ചാൽ പെർമിഷൻ ഇല്ല എന്തിനും ഗ്യാങ് ഹൗസ് കയറി. അപ്പൊ പറഞ്ഞു ചന്ദ്രന്റെ ഷഡ്ഡി എടുക്കാൻ കയറിയാന്ന്. ചന്ദ്രൻ പെർമിഷൻ തന്നു. ചന്ദ്രൻ ഇന്ന് തിരിച്ചു തന്നിട്ടില്ല. അപ്പൊ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും പോയേ. ഇത് കഴിഞ്ഞ് SRK എന്ന് പറഞ്ഞ ഇതില് സൂര്യ ബോസ് എലി ഉണ്ടായിരുന്നു. ഗ്യാങ് ഹൗസ് കയറിയില്ല, സൂര്യ ബോസ് എലി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വേറെ വഴി ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഇത് കൺഫേം ചെയ്യാനായിട്ട് എലി എടുത്ത് എന്നിട്ട് ചോദിച്ചു, അലീന എടുത്ത് എന്നിട്ട് ചോദിച്ചു, അലീന സത്യം ചെയ്യും, ചന്ദ്രനാണ് സത്യം ചെയ്യും, എലി ഗ്യാങ് ഹൗസിൽ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രനാണ് സത്യം ചെയ്യും. ഞാൻ പറയാം അലീനയുടെ അച്ഛനാണ് സത്യം ചെയ്യുന്ന പറഞ്ഞു. അത് കഴിഞ്ഞ് സൂര്യബോസ് ആണ് സത്യം ചെയ്യുന്ന പറഞ്ഞപ്പോ സൂര്യബോസ് എന്റെ പേര് പരന്തുവാസു. എന്റെ ഗ്യാങ് ഹൗസിനകത്ത് നിന്ന് അതിക്രമിച്ച് കയറിയെന്ന് അറിഞ്ഞായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാ. സോറി ബ്രോ, ഞാൻ കേറിയിട്ടില്ല. അത് കയറിയത് എന്റെ കൂടെയുള്ള കൂട്ടുകാരിയാണ്. അത് അവളുടെ കാമുകന്റെ ജട്ടി കഴുകാൻ വേണ്ടി ജട്ടി എടുക്കാൻ കയറിയതാണെന്നാണ്. ഓ, നിന്റെ കൂട്ടുകാരുടെ കാമുകന്റെ ജട്ടി നീ ഡെയിലി വന്ന് കഴുകാറുണ്ടോ അവള് അതിനകത്ത് വന്ന്? അവൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കാമുക ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജട്ടി കഴുകും. കാരണം ആ നാറിക്ക് ജട്ടി കഴുകി ശീലമില്ല. കഴുകാത്ത ജട്ടി ഇട്ടുകൊണ്ടാണ് നടക്കാറ്. അതൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ ചെയ്യണം. അതൊക്കെ ഗ്യാങ് ഹൗസിനകത്ത് വന്നിട്ടല്ല ജട്ടി കഴുകുന്നത്. പിന്നെ ഇനി ടിവിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ഇനി നിന്റെ കൂട്ടുകാരി കയറിയാലും ആര് കയറിയാലും അവളെ കേൾപ്പിക്കാൻ പറ്റുന്ന ബ്രോ. എനിക്ക് ഇതിനകത്ത് ഒരു ബന്ധമില്ല ബ്രോ. എനിക്ക് കാമുകന്റെ ജട്ടി കഴുകാൻ കൂടെ നടക്കണതല്ലേ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? നിങ്ങൾ വിളിച്ചു പറയൂ ബ്രോ. കള്ളിന്റെ കുഞ്ഞമ്മയുടെ മോളോടാ. കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ ടിവിയുടെ ഗ്യാങ് ഹൗസിനകത്ത് കത്തിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാ മതി കേട്ടാ. ജട്ടി കഴുകിയിടാൻ പറ. എന്തിനാണ് ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് കഴിയിപ്പിക്കുന്നത്? സ്വന്തമായി കഴുകാനുള്ള കഴിവില്ല. കഴുകാത്ത ചട്ടിയുള്ള എല്ലാവരുടെയും പോയി കഴുകി കൊടുക്കുവോ? അതെന്തൊരു നിങ്ങൾക്ക് 2-3 ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? എനിക്ക് കോഴികളൊക്കെ എന്നോട് എന്തിനാണ് പറയട്ടെ അണ്ണാ, ഗ്യാങ് ഹൗസ് മൊത്തം വൃത്തിയുടെ കിടക്കുന്നു. ചെന്ന് കയറിയപ്പോ അവിഞ്ഞ നാറ്റമൊക്കെ അതിന്റെ അകത്ത്. അതെന്താ? ഇവരെന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഗ്യാങ് ഹൗസ്? വൃത്തിയുടെ കിടക്കുന്നത്. ഹലോ Sir, please come near the waterfalls, okay? Oh, coming. Yes, sir. Please come alone. എടാ നിങ്ങളിവിടെ ഉണ്ടാവോ? എനിക്കൊരു 10 മിനിറ്റ് സമയം വേണം. ഞാൻ ഇപ്പൊ വരാവേ. കോച്ചിന്റെ എന്റെ നമ്പർ അറിഞ്ഞൂടെ? 3333 അയക്ക്. அது அனுப்பிச்சா போக மாட்டேங்குது. அதனாலதான் உனக்கு அனுப்ப சொல்றேன். കോച്ചിന്റെ നമ്പർ പറഞ്ഞേ. 505. ക്രിയേറ്റീവ് ഹായ് വന്നാ മെസ്സേജ് வரலல. ഹലോ അണ്ണാ. ഹലോ അലീന പറഞ്ഞു. അലീന ഒരു ചട്ടി എടുക്കാൻ ഞാൻ ആ ഗ്യാങ് ഹൗസിൽ കേറി എന്നുള്ള ശരിയാ? അലീന ഗ്യാങ് ഹൗസിലെ പെണ്ണുങ്ങൾ കേറാൻ പാടില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ അലീന? അണ്ണാ എന്നോട് ചന്ദ്രൻ പറഞ്ഞു. ഇത്രയും നാളെ ചന്ദ്രന്റെ ഒരു കാര്യത്തിൽ ഒരു എതിർപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു കാര്യമില്ല. മോന്റെ കാര്യത്തിലോ നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ കാര്യത്തിലോ എന്തിനെങ്കിലും ഞാൻ തലയിടാൻ വന്നിട്ടുണ്ടോ? ഇല്ല. അതവിടെ സമയേ എന്റെ അമ്മേ. അല്ല ഒന്ന് പറയുമോ അലീന? ഞാൻ അത്രയും ഇതായിട്ട് കീപ്പ് ചെയ്ത ഒരു കാര്യമല്ലേ. ഞങ്ങളുടെ ഗോഡ് ഫാദറിനോട് ഞാൻ എന്ത് പറയും അലീന? ഇതെല്ലാം ഗോഡ് ഫാദർ ജട്ടി ഇടണല്ലോ. നീ 2 ജട്ടി തയ്ച്ചു കൊടുക്ക്. എന്തൊക്കെ അറിയണം എന്തൊക്കെ. അലീന ഞാൻ അലീനടുത്താണ് സംസാരിക്കണം. അത് പ്ലീസ് എനിക്ക് ഞാൻ പറയണൊന്ന് കേക്കോ? പറഞ്ഞോ. ചന്ദ്രൻ വാറിനിടുന്ന ജെട്ടിയാണത്. ജോക്കിയുടെ ജെട്ടിയാണത്. അതിട്ടാലേ വാറ് ജയിക്കുള്ളൂ എന്നുള്ള ഒരു സാധനം ചന്ദ്രന്റെ മനസ്സിലുണ്ട്. അത് കഴുകിയിട്ടു. ആ സമയത്ത് മഴയുണ്ടായിരുന്നു. ക്ലിപ്പ് ഇട്ടിട്ടില്ല. പറന്നു പോകുന്നുള്ള ഒരു പേടി കാരണം എന്നോട് പറഞ്ഞു. അപ്പൊ ഒരേ ഒരു ഗേൾ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതെങ്കിലും ചെയ്തുകൂടെ? ഒന്നിലധികം ഗേൾ ഫ്രണ്ട് ഉള്ളവർക്ക് ഇത് മനസ്സിലാവത്തില്ല അലീന. ജട്ടി പോലും മനസ്സിലാക്കാത്ത മനുഷ്യന്മാരാണ് ഈ നാട്ടിലുള്ളത്. അറിയോ നിനക്ക്? ജെട്ടിയല്ലേ വാസുണ്ണ? എന്തോ ആയിക്കോട്ടെ, ജട്ടിയോ കുട്ടിയോ എന്തോ. എനിക്ക് ജട്ടിയുണ്ട്. പിന്നെ എന്തോ ആയിക്കോട്ടെ അലീന. അതുകൊണ്ടല്ല നിങ്ങൾ എന്തിനു കേറി ആ സൂര്യബോസിനെ വിട്ടെടുപ്പിച്ചുകൂടായിരുന്നോ?
അവൻ എത്തത്തില്ല. എന്ത് മുകളിലാ കിടക്കുന്ന ജെട്ടി അറ്റ്ലീസ്റ്റ് എത്തത്തില്ല വാസണ്ണ. ഒരു പണിയില്ലാതെ കോച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നു. കോച്ചിനെ വിളിച്ച ജട്ടി ഒന്നും മറിച്ചിടാൻ പറഞ്ഞ ആരുമില്ലായിരുന്നു. ജെട്ടി നനയൂലേ വാസണ്ണ? എന്താ പാറിനിടാനുള്ളതല്ലേ? ജട്ടി ഇടാത്ത ആളുകളുടെ അടുത്ത് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? നീ കോള് കട്ട് ചെയ്യാലീന. ഇങ്ങനെ ജട്ടി ഇട്ട് എന്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. നീ ഒന്ന് വെച്ചേ. അന്നസറി ജട്ടിയില്ലാത്ത മനുഷ്യന്മാരോടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മൾ. എന്നെ അവള് ജട്ടി ഇടാതെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് അവളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല അലീന. അയ്യോപ്പാ ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ. അയ്യോ അലീന ഈ ഒരു വട്ടം പോട്ടെ. ജെട്ടി എടുക്കാനോ കുട്ടി എടുക്കാനോ വരത്തില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരെ ഏൽപ്പിക്കാം. മനസ്സിലായോ? അല്ല ജെട്ടി എടുക്കാനോ? കഴുകാത്ത ജട്ടി ഇട്ട് പ്ലീസ് സംസാരിക്കരുത് പറയണേ. ആ കുട്ടിയുടെ അടുത്ത് ഞാനൊരു സാമിയാണ്, സംസാരിക്കരുതെന്ന് പറയണേ പ്ലീസ്. വേണ്ട എലി വേണ്ട. നമ്മള് വരത്തില്ല മതി. ഈ ജെട്ടി ഇടരുതെന്ന് പറയാം ചന്ദ്രനോട്. ഓക്കെ ശരി. അയ്യപ്പാ എന്തിന്